തമിഴ്നാട്ടിലെ വിരുദുനഗറിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം. അപകടത്തിൽ 18 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനം തുടരുന്നു. റിസ്വാൻ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. റിസ്വാൻ, വലിയൊരു അപകടം തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. പടക്ക നിർമ്മാണശാലയിലാണ്. ഇപ്പോഴത്തെ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴാണ് ഈ സ്ഫോടനം ഉണ്ടായത്? നൈനു, ഇന്ന് ഉച്ചതിരിഞ്ഞാണ് ഈ അപകടമുണ്ടാകുന്നത്. തമിഴ്നാട്ടിലെ വിരുദുനഗർ ജില്ലയിലുള്ള കട്ടിനാർപട്ടി എന്ന സ്ഥലത്തെ വനജ ക്രാക്കർ ഫാക്ടറി എന്ന ഫാക്ടറിയിലാണ്, പടക്ക നിർമ്മാണശാലയിലാണ് ഇപ്പോൾ വലിയൊരു സ്ഫോടനം ഉണ്ടാകുന്നത്. അതേ തുടർന്ന് 18 പേർ ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുള്ളതായിട്ടാണ് റിപ്പോർട്ട്. ഇതിൽ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ശേഷമാണ് ഈ അപകടമുണ്ടാകുന്നത്. 30 തൊഴിലാളികൾ ആ സമയം ഫാക്ടറിക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല 4 മുറികൾ, അതായത് കെട്ടിടത്തിൻ്റെ 4 മുറികൾ ഈ സ്ഫോടനത്തെ തുടർന്ന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വിരുദുനഗർ, സാത്തൂർ, അതുപോലെ തന്നെ 3 ഇടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം അവിടെ എത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പരിക്കേറ്റവരെ ചികിത്സയ്ക്കായിട്ട് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചില ആളുകളുടെ നില ഗുരുതരമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നിലവിൽ മരണസംഖ്യ 18ആണ്. ഇതിൽ ഉയരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് വനജ ക്രാക്കർ ഫാക്ടറി, അതിൻ്റെ ഉടമസ്ഥ ഗോവിന്ദനല്ലൂർ പഞ്ചായത്ത് കൗൺസിൽ മുൻ ചെയർമാനായ മുത്തുമാണിക്യത്തിൻ്റെ പേരിലാണ് അദ്ദേഹമാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. ഇതിന് അനുമതി ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. നിലവിൽ അത്തരത്തിലുള്ള പരിശോധനയും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത് വിരുദുനഗറിൽ. മരണസംഖ്യ ഉയരാൻ 18 പേർ നിലവിൽ മരിച്ചിരിക്കുകയാണ്. റിസ്വാൻ, ഈ ഒരു പടക്ക നിർമ്മാണശാലയാണ്, അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പേര് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുമുണ്ടല്ലോ. എത്ര പേർ ഈ ഒരു അപകട സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്? നിലവിൽ തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 30 പേരാണ് ആ സമയത്ത് ഇതിൽ ഉള്ളിൽ വർക്ക് ചെയ്തിരുന്നത്. അതിന് പരിസര പ്രദേശത്തും മറ്റാളുകൾ ഉണ്ടായിരുന്നു. അവരും ഒരുപക്ഷെ പരിക്കേറ്റവരുടെ നിരയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ 30 പേരിൽ 18 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ആ 18 പേരിൽ നിന്ന് മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുമുണ്ട്. റിസ്വാൻ, ഇത് എങ്ങനെയാണ് ഒരു അപകടത്തിലേക്ക് നയിച്ചത്? കാരണം ഈ നിർമ്മാണശാലയിൽ ഇന്ന് ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. അപ്പം ഈ പടക്കശാല എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നൊരു സ്ഥാപനം കൂടിയാണോ, അല്ലെങ്കിൽ ഇന്ന് ഏതെങ്കിലും തരത്തിലൊരു സാഹചര്യത്തിൽ ഇന്ന് തുറക്കേണ്ട ഒരു അവസ്ഥ വന്നതാണോ? അങ്ങനെയും ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നേരത്തെ ഇവിടെ തുറന്ന് പ്രവർത്തിക്കുകയാണെന്നുള്ള തരത്തിൽ വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എത്ര പേർ, 30 പേരോളം അവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പ്രകമ്പനം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്ക് പരിക്ക് പറ്റാനും കൂടുതൽ പേർക്ക് അപായം ഉണ്ടാകാനും ഒക്കെ സാധ്യതയുള്ളേ നിലവിൽ? നൈനു, പടക്ക നിർമ്മാണത്തിനിടെയുണ്ടായ ഒരു മിസ്ഹാപ്മെൻ്റാണ് അല്ലെങ്കിൽ മിസ്മാനേജ്മെൻ്റാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. അതിൻ്റെ കൂടുതലായിട്ടുള്ള ഇനി പരിശോധനകൾക്ക് ശേഷമേ കൃത്യമായിട്ടുള്ള ഒരു കാരണം വ്യക്തമാകുള്ളൂ. നിലവിൽ തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് അനുസരിച്ച് 10 കിലോമീറ്ററോളം ദൂരത്ത് ഭൂചലനം അനുഭവപ്പെട്ടു എന്ന റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇതുകൊണ്ട് കൂടി തന്നെയാണ് മരണസംഖ്യ ഉയരാനുള്ള സാധ്യത. നമുക്കറിയാം, തമിഴ്നാട്ടിൽ പടക്ക നിർമ്മാണശാലകളിൽ ആദ്യമായിട്ടല്ല, അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത് പലതവണ ശിവകാശി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നേരത്തെയും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. വിരുദുനഗറും ശിവകാശിയുമായ അടുത്ത സ്ഥലം തന്നെയാണ്. പടക്ക നിർമ്മാണശാലകളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പടക്ക നിർമ്മാണശാലകൾ ഒരുപാടുള്ള ഒരു സ്ഥലം കൂടിയാണ് വിരുദുനഗർ, ശിവകാശി, അതുപോലെ തന്നെ സാത്തൂർ പോലുള്ള സ്ഥലങ്ങൾ. അതുകൊണ്ട് തന്നെ അപകട സാധ്യത കൂടുതൽ ഈ ഒരു മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുൻപും ഈ മേഖലകളിൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ 18 പേരാണ് ഈ വിരുദുനഗറിൽ മരിച്ചിരിക്കുന്നത്. ഇത് മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട്. 10 കിലോമീറ്ററോളം ഭൂചലനം അനുഭവപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. നമുക്കറിയാം, ഇലക്ഷനാണ്, അതുപോലെ തന്നെ കനത്ത ചൂടാണ് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിലും അടക്കമുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ കനത്ത ചൂടുണ്ട്. ഇതും അപകടത്തിന് കാരണമായോ എന്നുള്ള പരിശോധനയും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കളക്ടർ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കളക്ടർ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത് എങ്ങനെയാണ് ഈ ഒരു സ്ഥലം, ഇപ്പം 4 മുറികൾ അവിടെ ഉണ്ട്. അപ്പം അവിടെ തീ പടരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പം അവിടുത്തെ ഉള്ളൊരു സാഹചര്യം എങ്ങനെയാണ്? ഇത് തീ കൂടുതലായിട്ട് പടരുകയാണ്, അത് കൂടുതൽ അപകടത്തിലേക്ക് നയിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? നിലവിലെ സാഹചര്യത്തിൽ തീ അണച്ചു എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്തയുണ്ട്. എന്നാൽ പോലും ഈ ഒരു നിലവിൽ അപകടത്തിൽപ്പെട്ട ആളുകളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. 4 മുറികൾ, അതായത് കെട്ടിടത്തിൻ്റെ പടക്ക നിർമ്മാണശാലയുടെ ഒരു 90% നശിപ്പിക്കപ്പെട്ടു എന്നുള്ളൊരു റിപ്പോർട്ടാണ് വരുന്നത്. മാത്രമല്ല കളക്ടറുണ്ട്, അതുപോലെ തന്നെ അവിടെ പരിശോധന നടന്നു വരികയാണ്. എത്രത്തോളം ഇനി ഉള്ളിൽ ആരെങ്കിലും
ഉൾപ്പെട്ട് കിടക്കുന്നുണ്ടോ എന്നുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തീ നിലവിൽ അണയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. റിസ്വാൻ, ഈ പരിക്കേറ്റവരെയൊക്കെ ആശുപത്രിയിൽ എത്തിക്കാൻ നിലവിൽ സാധിച്ചിട്ടുണ്ടോ? ഇനിയും അവിടെ ഒരുപാട് പേർ കുടുങ്ങി കിടക്കുന്നുണ്ടോ അവിടെ? നിലവിലെ കണക്ക് പ്രകാരം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 30 പേരാണ് അവിടെ അതിനുള്ളിലുണ്ടായിരുന്നത്. അത് കൂടാതെ അനൗദ്യോഗികമായി അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കോ അല്ലെങ്കിൽ അതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് മറ്റ് കസ്റ്റമറായിട്ടോ അല്ലെങ്കിൽ ഡീലർമാരായിട്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. നിലവിലെ കണക്ക് പ്രകാരം 30 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ 30 പേരിൽ 18 പേർക്കാണ് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഇനി ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്കായിട്ടുള്ള രക്ഷാപ്രവർത്തനം നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ തിരിച്ചറിയാൻ പറ്റുക അല്ലെങ്കിൽ ഈ കണക്ക് മനസ്സിലാവുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒടുവിലുള്ള കണക്ക് ലഭിക്കുകയുള്ളൂ. നിലവിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നിലവിൽ 18 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു അല്ലേ റിസ്വാൻ? നിലവിൽ 18 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയും കൂടുതലാണ്. നിലവിൽ ഗുരുതരമായി പരിക്കേറ്റ ആളുകളെ സമീപത്തെ വിരുന്നുകാരിലെ തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ നില ഗുരുതരമാണ്. ചില ആളുകൾ വളരെ ഗുരുതരമായ നിലയിൽ തുടരുകയാണ്. നമുക്കറിയാം അവിടെയുള്ള തൊഴിലാളികളുടെ എലക്ഷൻ ആണ് ഇപ്പോൾ, പ്രത്യേകിച്ച് കൊട്ടിക്കലാശമൊക്കെ 2-3 ദിവസത്തിനുള്ളിൽ വരുന്ന സാഹചര്യമാണ്. അതീവ ചൂടാണ്. അതുകൊണ്ട് തന്നെ പടക്ക നിർമ്മാണശാലകളും സജീവമായിരുന്നു. മാത്രമല്ല വിഷു സീസൺ ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വിഷു സീസണിനടക്കം കേരളത്തിലേക്ക് പടക്കം വരുന്ന ശിവകാശി വിരുദനഗർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവിടുത്തെ പടക്ക നിർമ്മാണശാലകൾ സജീവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടവും സ്വാഭാവികമാണ്. റിസ്വാനെ, ഈ വിരുദനഗർ എന്ന് പറയുമ്പോൾ അവിടെ പടക്ക നിർമ്മാണ യൂണിറ്റുകൾ അവിടെ ഒരുപാടുണ്ടോ? ഈ ഒരു സ്ഥലം എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ സമീപ സ്ഥലങ്ങളിലേക്കും ഈ തീ പടരുന്നൊരു സാഹചര്യമുണ്ടോ നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തീ നിയന്ത്രണ വിധേയമാണ് എന്നാണ് ഫയർഫോഴ്സ് അറിയിക്കുന്നത്. വിരുദനഗർ, സാത്തൂർ, ശിവകാശി 3 ഇടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് അവിടെ എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയത്. നിലവിൽ രക്ഷാപ്രവർത്തനം, അതായത് കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ കളക്ടർ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ ശിവകാശി അതുപോലെ തന്നെ വിരുദനഗർ, ഈ 2 സ്ഥലങ്ങൾ എന്ന് പറയുന്നത് പടക്ക നിർമ്മാണശാലകൾ കൊണ്ട് സമ്പന്നമായ ഒരു സ്ഥലമാണ്. മാത്രമല്ല അനുമതിയോടെ കൂടിയും അതുപോലെ തന്നെ അനുമതി ഇല്ലാതെയും പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ ആ മേഖല കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഈ നിലവിലെ സാഹചര്യത്തിൽ അതായത് ഈ അപകടം നടന്ന കെട്ടിടം അനുമതി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്ഫോടനം നടന്ന കെട്ടിടം. അദ്ദേഹം ഇതിൽ വിശദീകരണമോ അത്തരത്തിലുള്ള എന്താണ് അപകടത്തിന് കാരണം എന്നുള്ള വിശദീകരണമോ ഒന്നും നിലവിൽ ലഭിച്ചിട്ടില്ല. അതിൻ്റെ പരിശോധനകൾ നടന്നു വരികയാണ്.